ഈ നാടിനെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയും കേൾക്കാൻ കൊതിച്ച ആർജവമുള്ള പ്രസ്താവന UDFിന്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനായ PC തോമസ് കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. കേൾക്കാൻ ഒരുപാട് കൊതിച്ച പ്രസ്താവനയായതുകൊണ്ട് തന്നെ പലതവണ വായിച്ചുവെങ്കിലും പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി വായിക്കുന്നു. തിരഞ്ഞെടുപ്പോടെ പിണറായി പുറത്താകും, ഉടൻ ജയിലിലുമാകും PC തോമസ്. അഴിമതി വീരൻ പിണറായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ പരാജയപ്പെട്ട് പുറത്താകുമെങ്കിലും അതിനുശേഷം ഉടൻ തന്നെ അദ്ദേഹം അകത്താകുമെന്നും അത് ജയിലിനകത്തായിരിക്കുമെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ PC തോമസ്. 9 വർഷം മുമ്പ് പിണറായി അധികാരമേൽക്കുമ്പോൾ കേരളത്തിന്റെ മൊത്തമുണ്ടായിരുന്ന കടം 1.25 ലക്ഷം കോടി രൂപയായിരുന്നു. അതായത് 1956 കേരളം രൂപീകൃതമായതു മുതൽ 2016 പിണറായി സർക്കാർ ഭരണം തുടങ്ങിയതുവരെ. എന്നാൽ അദ്ദേഹം അധികാരത്തിൽ വന്നു വെറും 9 വർഷം കൊണ്ട് അത് 6 ലക്ഷം കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. ഇത്രയും നാൾ കൊണ്ട് ഇത്രയും തുക കടമെടുത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വലിയ കടക്കാർ ആക്കിയത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സമ്പത്ത് അമിതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ പണമൊക്കെ അഴിമതിയായി സ്വന്തം കുടുംബത്തിന്റെ കീശയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. അത് വെറുതെയല്ല, കാരണം വ്യക്തമായ കണക്ക് മുഖ്യമന്ത്രിയോ സർക്കാരോ നൽകുന്നില്ല എന്നത് തന്നെ അതിന്റെ യഥാർത്ഥ കണക്കെടുക്കേണ്ടിയിരിക്കുന്നു. അടിയന്തരമായി മുഖ്യമന്ത്രി ഇവ സംബന്ധിച്ചുള്ള വ്യക്തമായ കണക്ക് ജനങ്ങളുടെ മുന്നിൽ വെക്കേണ്ടതല്ലേ? മകൾ വീണയുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് 2.25 കോടി രൂപ വന്നതിനെക്കുറിച്ച് ഉൾപ്പെടെ അഴിമതി ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയുവാൻ അദ്ദേഹമോ മകളോ മരുമകനോ തയ്യാറായിട്ടില്ല. അതുപോലെ നിരവധി അഴിമതി ആരോപണങ്ങൾ പിണറായിക്കും കുടുംബത്തിനുമെതിരെയുണ്ട്. അടുത്ത സർക്കാർ ഇവ അന്വേഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. അനധികൃതമായി പിണറായി നേടിയ തുക കേരള സർക്കാർ വീണ്ടെടുക്കും. അദ്ദേഹം നിശ്ചയമായും അഴിയണമെന്നും തോമസ് പറഞ്ഞു. ഇനി വിജയനോടൊരു വാക്ക്. ഈ നാടിനെ കുത്തുപാളയെടുപ്പിച്ചിട്ട് ഒടുവിൽ ഭരണം നഷ്ടമായി കഴിയുമ്പോൾ ദുബായിലോ അമേരിക്കയിലോ പോയി ശിഷ്ടകാലം സുഖിച്ച് ജീവിക്കാമെന്നങ്ങ് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമാണെന്നും 10 വർഷത്തെ മഹത്തായ ഭരണത്തിനുള്ള മഹത്തായ സമ്മാനം ഏറ്റുവാങ്ങാൻ ഒരുങ്ങിക്കോളൂ എന്നും മാത്രം ഓർമ്മിപ്പിക്കുന്നു.